വെയിറ്റ് ലോസ് ജേണിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നതിനോട് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഈസ് ഓൾ അബൌട്ട് മൈ വെയിറ്റ് ലോസ് ജേണി. 71 കിലോ ഉണ്ടായിരുന്ന ഞാൻ ഇപ്പോൾ 56 കിലോ ആയി. ഏകദേശം 15 കിലോ ആണ് ഞാൻ ഈ കഴിഞ്ഞ 4 മാസം കൊണ്ട് കുറച്ചത്. ജിമ്മിൽ പോകാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഈ കഴിഞ്ഞ 4 മാസത്തിൽ ഒരു 5-6 പ്രാവശ്യം മാത്രമേ ജിമ്മിൽ പോയിട്ടുള്ളൂ. പൈസ പോകുന്നത് കണ്ടിട്ടെങ്കിലും ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് 1 വർഷത്തെ മെമ്പർഷിപ്പാണ് ജിമ്മിലെടുത്തത്. പക്ഷേ എല്ലാ മാസവും പൈസ കറക്റ്റായിട്ട് ജിമ്മിൽ പോകുന്നുണ്ട്, ഞാൻ പോകാറില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വെയിറ്റ് കുറയാനുള്ള മെയിൻ കാരണം ഫുഡ് കൺട്രോൾ തന്നെയാണ്. എൻ്റെ ഫുഡ് കൺട്രോളിനെ കുറിച്ച് ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഈ സ്വീറ്റ്സ് ഒക്കെ കഴിക്കുന്നത് ഒരു 90% ഞാൻ കുറച്ചു. അതുപോലെ തന്നെ ഫിസി ഡ്രിങ്ക്സ്, ഈ കൊക്കോകോള, പെപ്സി, മിറിൻഡ, ഫാൻഡ, ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. ഈ ഐറ്റംസ് ഒക്കെ ഞാൻ കംപ്ലീറ്റ് കട്ട് ചെയ്തു. പിന്നെ ഞാൻ കട്ട് ചെയ്തത് ജങ്ക് ഫുഡാണ്, അതായത് KFC, ബർഗർ, പിസ്സ, ഈ ഐറ്റംസ് ഒക്കെ ഞാൻ കംപ്ലീറ്റ് കട്ട് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ ലേറ്റ് നൈറ്റ് ഫുഡ് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് എൻ്റെ ഡിന്നർ ടൈമിംഗ് ഞാൻ 6:30 to 7 ആക്കി. അതുപോലെ തന്നെ ഞാൻ ഷുഗർ കട്ട് എന്ന് പറഞ്ഞല്ലോ, പക്ഷെ ഷുഗർ കഴിക്കാണ്ട് നമുക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നോർമലി എല്ലാവരും ചെയ്യുന്നത് ഹണി, ഇല്ലെങ്കിൽ ശർക്കര, ഇല്ലെങ്കിൽ നമ്മുടെ ബ്രൗൺ ഷുഗർ, ഇതൊക്കെയാണ് ഷുഗറിന് പകരം യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇതൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റീവിയാണ്. ഷുഗറിന് പകരം ഈ സ്റ്റീവി യൂസ് ചെയ്യുന്നത് എൻ്റെ വെയിറ്റ് ലോസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡെയിലി റുട്ടീൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും പ്രത്യേകിച്ച് മലയാളികൾക്ക് ചായ നിർബന്ധമാണ്. അതുപോലെ തന്നെ എനിക്കും ചായ അല്ലെങ്കിൽ കോഫി നിർബന്ധമാണ്. അപ്പോൾ ഞാൻ ചായയാണ് കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഓട്ട് മിൽക്ക് ടീ ആണ് കുടിക്കുന്നത്. അല്ല കോഫി ആണെന്നുണ്ടെങ്കിൽ ഞാൻ അമേരിക്കാനോ ഉണ്ടാക്കി കുടിക്കും. പിന്നെ ഞാൻ ഇടയ്ക്ക് ഈ കാണുന്ന ബ്രാൻഡിൻ്റെ വെയിറ്റ് ലോസ് ടീ കുടിക്കും. ഈ ഒരു ടീ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഫാറ്റ് അഡിക്ഷൻ ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. എന്നെ ഒരു പരിധി വരെ ഈ ഒരു ടീ ഫാറ്റ് അഡിക്ഷനിൽ നിന്നൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മിൽക്കിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഓട്ട് മിൽക്ക് മാത്രമേ കുടിക്കാറുള്ളൂ, അല്ലാണ്ട് വേറെ ഒരു മിൽക്കും, അതായത് ഇപ്പോൾ ലോ ഫാറ്റ് മിൽക്ക് ആയിക്കോട്ടെ, ആൽമണ്ട് മിൽക്ക് ആയിക്കോട്ടെ, ഒന്നും തന്നെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഫിസി ഡ്രിങ്ക്സ് കുടിക്കാൻ തോന്നുമ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഒരു ഗ്ലാസ് സോഡ എടുക്കും. സോഡ എടുത്തിട്ട് അതിലൊരു സ്ലൈസ് ലെമൺ ഇട്ട് കുടിക്കും. അപ്പോൾ ഈ ഫിസി ഡ്രിങ്ക്സ് കഴിക്കാനുള്ള ക്രേവിങ്സ് എന്നെ ഒരു പരിധി വരെ ഈ ഒരു സോഡ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.